നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ജലജയ്ക്ക് നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടുവാണ്. ജലജയുടെ അഹങ്കാരം തീർത്തു കൊടുക്കുവാണ്. ദേവേനി നന്ദുവിന് ആക്സിഡന്റ് ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ജലജയ്ക്ക്. ജലജ തന്റെ ആ സന്തോഷം അഭിയായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഒടുവില് ജലജ അബിയോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, അവളുണ്ടല്ലോ നയന, അവൾ അറിഞ്ഞു കാണത്തില്ല, അവളോട് പോയി പറയാടാന്ന് പറയണം. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ ചെന്ന് പറ, അവൾ അറിയട്ടെ, അവള് വിഷമിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അബി ഭയങ്കര സന്തോഷത്തിലിരിക്കുക. ആ സമയം ജലജ നയനയുടെ അരിയിലേക്ക് വന്നു. നയനോട് ചോദിച്ചു, അല്ല നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ നയനെ? എന്ത് കാര്യങ്ങള്? അതെ, നിന്റെ അനുജത്തി നന്ദുവിന് ആക്സിഡന്റ് ഉണ്ടായെന്ന. ആക്സിഡന്റോ? എന്താ അപ്പച്ചി പറയണെന്ന് ചോദിക്കാം. അതെ, അവൾക്ക് ആക്സിഡന്റ് ഉണ്ടായി. അത് കേട്ടപ്പോ നയന പറഞ്ഞു, ദേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അതെ, കളവ് മാത്രം പറയുന്ന നാവ അപ്പച്ചിയുടെ. അതുകൊണ്ട് എന്റെ അനുജത്തിയെ കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞാണ്ടല്ലോ ഞാൻ വെറുതെ സഹിച്ചൊന്നും വരത്തില്ല. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അയ്യോ ഞാനെന്തിനാ കള്ളത്തരം പറയണേ? കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ദേ ഇപ്പൊ ടി വിക്കകത്ത് ന്യൂസ് ഞാൻ കണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നയനക്ക് ടെൻഷനായി. നയനക്ക് ആ പടര് വെപ്രാളം. നയന പെട്ടെന്ന് തന്നെ കനകയെ വിളിക്കുവാണ്. കനകയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാൻ ശ്രമിക്കുക. ആദ്യം നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കി. നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കനകയെ വിളിക്കുന്നത്. ആ സമയം കനക വെച്ച്, എന്താ മോളെ? അത് പിന്നെ നന്ദുവിന് ആക്സിഡന്റ് ആയെന്നോ മറ്റോ കേട്ടായിരുന്നു. കനക അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്സിഡന്റോ? അതെ, ന്യൂസിനകത്തൊക്കെ കണ്ടായിരുന്നു പറയണം. കനകയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. കനക പറഞ്ഞു, എനിക്കറിയില്ല മോളെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഗോവിന്ദന്റെ അടുത്ത് ചെയ്തിട്ട് പറഞ്ഞു, ഗോവിന്ദേട്ടാ നന്ദുവിന് ആക്സിഡന്റ് ആയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നയനമോള് വിളിച്ചു. ആക്സിഡന്റോ? എന്ത്? അതൊന്നും അറിയില്ല. ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ മോളെ കാണണം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ചോണ്ട് കനക ആകെപ്പാടെ വെപ്രാളപ്പെടുവാണ്. ഒടുവിലാണ് അറിഞ്ഞേ നന്ദുവിന് ആക്സിഡന്റ് ഉണ്ടായി, അവര് ഹോസ്പിറ്റലിലാന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി കനകയും ഗോവിന്ദനും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ നന്ദുവിന്റെ പരിക്ക് അത്ര ഗുരുതരമൊന്നും ആയിരുന്നില്ല. കൂടുതലുണ്ടായിരുന്നേ ഡ്രൈവർ പ്രസാദിനായിരുന്നു കൂടുതലായിട്ട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നേ. നന്ദുവിന് ആ സമയത്ത് പല സംശയങ്ങളും ഉണ്ടായി. കാരണം ആ ടെമ്പോ വാൻ വന്ന് തങ്ങളെ മനഃപൂർവ്വം ഇടിക്കുമായിരുന്നു എന്ന് നന്ദുവിന് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കനകയും ഗോവിന്ദനൊക്കെ ആർത്തളിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. പിന്നെ നന്ദുവിന് വലിയ പരിക്കുകളൊന്നും ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സമാധാനമായത്. നന്ദു കനകയെ സമാധാനിപ്പിക്കുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല അമ്മ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, വെറുതെ എന്തിനാ അച്ഛനും അമ്മയും കൂടെ ഓടി വന്നേ, എന്നാലും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുവാണ് കനക അവിടെ നിന്നിട്ട്. അതേ സമയത്ത് നയനയോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി ജലജ അബീയുടെ അടുത്തേക്ക് എല്ലുവാ. എടാ, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു. എന്ത്? അവള് പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുവല്ലേ, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടല്ലോ. ഈ സമയത്ത് അങ്ങനെ ടെൻഷനൊന്നും അടിക്കാൻ പാടില്ലല്ലോ. ഉറപ്പായിട്ടും അവളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിന് എന്തേലും സംഭവിക്കൂടാ. ആ സമയത്ത് അബി പറഞ്ഞു, അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? എന്തുകൊണ്ട് നടന്നുകൂടാ? എടാ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോണം. പിന്നെ ആദർശ് എന്ന് പറയുന്നവൻ ഗൾഫ് ജയിലിലും കിടക്കണം. അത് കേട്ടപ്പോ അബി പറഞ്ഞു, അമ്മ ധൈര്യമായിട്ടിരിക്കുക, ആ വാർത്തയായിരിക്കും നമ്മളിനി അടുത്തത് കേൾക്കാനായിട്ട് പോകുന്നേ. അങ്ങനെ ഒരു സന്തോഷ വാർത്ത അമ്മയ്ക്ക് എന്താണെങ്കിലും കേൾക്കാം, അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും ഇരിക്കുകയാണ്. ഇതേ സമയത്ത് നയനയ്ക്ക് നല്ല ടെൻഷനായി. നയന നേരെ ദേവേന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറയണം. അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, എന്താ ഏതെന്ന് എനിക്ക് അറിയില്ല, നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ദേവേന് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, അറിയാലോ ഈ സമയത്ത് ടെൻഷൻ ഒന്നും അടിക്കാൻ പാടില്ല. അല്ല, നിന്നോട് ആരാ അത് പറഞ്ഞേ? അപ്പച്ചാ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ആര്? ജലജയോ? ആ, ടി വിക്കകത്തെങ്ങാണ്ട് കണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടാ വന്ന് പറഞ്ഞത്. ദേവേനിക്കാണ് നല്ല ദേഷ്യവും സങ്കടമായി. കാരണം ഇങ്ങനെ ഒരു കാര്യം കേട്ട ഉടനെ, അതും പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നയനമോളോട് വന്ന് അവൾക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ദേവേനി പറഞ്ഞു, മോള് വിഷമിക്കാതിരിക്കുക, ഒന്ന് കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് പോയി. ആ സമയത്ത് കനക നയനെ വിളിച്ചിട്ട്, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മോള് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. നന്ദുവിന് വലിയ പരിക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴാണ് നയനിക്കൊരു സമാധാനം ആവുന്നേ. എന്നാലും നന്ദുവിനെ കാണാതിരിക്കാൻ നയനിക്ക് പറ്റില്ലോ. നയനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അനി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നന്ദുവിന് ആക്സിഡന്റ് ഉണ്ടായെന്ന് കേട്ട പാതി അങ്ങോട്ടേക്ക് ഓടി ചെല്ലണമെന്നുണ്ട്. പക്ഷെ അവിടെ ആരൊക്കെ ഉണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാകുമോ? താൻ അവിടെ ഓടി ചെന്നിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ടെൻഷൻ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നന്ദുവിനെ കാണാതിരിക്കാൻ പറ്റുള്ളൂ. അനി അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നവീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നവീനും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നന്ദുവിന്റെ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവമേ, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുക, എങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല.
ഒരുപക്ഷെ സീരിയസ് ആണെന്നും അറിയത്തില്ല, ഹോസ്പിറ്റലിൽ ചെന്നാലും അറിയത്തുള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ലെന്നാ നയനേച്ചി പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ പ്രശ്നം ഉണ്ടോയെന്ന് ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് അനി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ കനകയും ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു. അനി പക്ഷെ അതൊന്നും മൈൻഡ് ആക്കിയില്ല. പിന്നീട് എന്നിട്ട് അങ്കിളെ എങ്ങനെയുണ്ട്, നന്ദുവിന് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ പരിക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കനക അനിയൊന്ന് നോക്കുവാണ്, കാരണം അവന്റെ വെപ്രാളം വിഷമമൊക്കെ ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ഇപ്പോഴും ഇവന് നന്ദുവിനോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നത്, അതുകൊണ്ടല്ലേ ഇവന് കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങോട്ടേക്ക് ഓടി വന്നിരിക്കുന്നേ. അത് മാത്രമല്ല ഇവന്റെ വെപ്രാളം വിഷമമൊക്കെ കണ്ടിട്ട് ഇവന് എന്താണെങ്കിലും നന്ദുവിനെ വിട്ടു പോകുന്നു തോന്നില്ല. നന്ദുവിനോട് ഇപ്പോഴും പ്രണയമാണെന്ന് തോന്നുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ കനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലോ, നന്ദുവിന്റെ സുഖവിവരം അന്വേഷിച്ച് വന്നല്ലേ. ആ സമയം ദേവേനിക്കാണ് നല്ല ദേഷ്യമായിരുന്നു. ദേവേനി ജലജയുടെ അടുത്തേക്ക് എല്ലുവാണ്. ജലജയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല നീ ആനോടി നയനമോളോട് എന്ന് പറഞ്ഞത് നന്ദുവിന്റെ കാര്യം? അതെ ഞാൻ തന്നെയാ. അതെന്താ ഏടത്തി, പറഞ്ഞാലെന്താ പ്രശ്നം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നയനമോള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയാവുന്നതല്ലേ നിനക്ക്? ഈ സമയത്ത് ഇങ്ങനെ ടെൻഷനൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ അത് ബാധിക്കുന്ന കാര്യമല്ലേ? ഓ വയറ്റി വളരുന്ന കുഞ്ഞ്, ഞാൻ അത്രയൊന്നും വിചാരിച്ചൊന്നുമില്ല. അല്ലേലും നയനയുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ കുറിച്ച് മാത്രം ഇപ്പൊ ഏടത്തേക്കും ബാക്കിയുള്ളവർക്കും ചിന്തയുള്ളൂ, ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും ചിന്ത ഇല്ലല്ലോ എന്ന് പറയാണ്. അത് കേട്ടപ്പോ ദേവേനെ ചോദിച്ചു, വേറെ ആരെക്കുറിച്ചാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്? നിന്നെക്കുറിച്ചോ? നിന്നെക്കുറിച്ചാണോ ഞാൻ ചിന്തിക്കണ്ടേ? അല്ല ഏടത്തി എന്തിനാ ഇത്ര ഇതൊക്കെ പറയണേ? ഏട്ടത്തിയുടെ മോന് വേറൊരു പെൺകുട്ടിയെ, പാവം പിടിച്ചിട്ട് പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് ചതിച്ചിട്ട് അതിനെക്കുറിച്ച് ഏട്ടത്തി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ പെൺകുട്ടിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ടോ ഇപ്പൊ നയന പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നയനയുടെ മനസ്സിന് വിഷമം തട്ടാൻ പാടില്ല, അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ ഇതുപോലെ വിഷമിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാനും, എന്റെ മോൻ ജയിലിൽ കിടന്ന സമയത്ത്. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങളൊന്നും ആരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഒരു കാര്യം ടി വിക്കകത്ത് കണ്ടു കഴിഞ്ഞപ്പം ഞാനത് നയനോട് പറഞ്ഞു, അത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിന്റെ പേരിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങോട് പോവാണെ പോയിക്കോട്ടെ എന്നങ്ങോട് പറയുക. ഇത് കേട്ടപ്പോ ദേവേനിക്ക് ദേഷ്യമായി. ദേവേനി പറഞ്ഞു, എന്താടിനെ പറഞ്ഞേ? അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയിക്കോട്ടെ എന്നോ? ആദർശിന്റെ നയനയുടെ കുഞ്ഞു പോയിക്കോട്ടെ എന്നോ? നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം തീർത്ത് ഒറ്റ എണ്ണം കൂടെ പൊട്ടിക്കണം. നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കണേ? കുറെ കാലമായി ഞാൻ ഓങ്ങി ഓങ്ങി വെച്ചോണ്ടിരിക്കണേ. നിനക്ക് കിട്ടിയ ഒരെണ്ണം കരുതിയിരിക്കുമായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ അതേ തരണമെന്ന് ഓർത്ത് തന്നെ ഇരുന്നേ. പക്ഷെ ഇത്ര നേരത്തെ നീ എന്റെ വാങ്ങിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പത്തേനും കവളത്തും കൈ തിരുമ്മിക്കൊണ്ട് ജലജ അന്തം വിട്ടിങ്ങനെ നോക്കണം. നീ എന്താ നോക്കുന്നേ? നിനക്കിട്ട് ഇതല്ല ഇതിലപ്പുറവും കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് ഒരെണ്ണോടെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. കുറെ നാളായി നീ എപ്പോഴും പറയാറുണ്ടല്ലോ, ആദർശിനെ കുറ്റപ്പെടുത്തി പറയാറുണ്ടല്ലോ, ആദർശ് എന്തോ വലിയ മഹാപരാധം ചെയ്തു. ആദർശ് പാമ്പൊഴിച്ചൊരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി, അതിനകത്തുണ്ടായ കുഞ്ഞാന്ന് ചന്തുമോള. എങ്കിൽ നീ കേട്ടോ, അതല്ല അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു. ജലജ അമ്പരപ്പോടുകൂടി നിൽക്കുകയാണ്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിന്റെ മകൻ അബിയുണ്ടല്ലോ, അബിയുടെ കുഞ്ഞാടി ചന്തുമോള്. ആ കുറ്റം പാവ എന്റെ മോൻ ആദർശ് ഏറ്റെടുത്ത് തലയെ വെച്ചിരിക്കുന്ന. ഇത് കേട്ടപ്പോ ജലജ ഒരു നിമിഷം അമ്പരപ്പോടുകൂടി ദേവേനെ നോക്കണം. നിനക്ക് മനസ്സിലായില്ലല്ലേ? നീ നിന്റെ മോനോട് ചെന്ന് ചോദിക്കടി, അപ്പൊ വിസ്തമായിട്ട് പറഞ്ഞു തരുമെന്ന് പറയണം. മേലാല് ഇമാതിരി കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ, ഇനി ഞാൻ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് എൻ്റെ അടിമയായിട്ട് നീ കഴിഞ്ഞോണോ, അല്ലെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവേനയും കൂടി പോയപ്പോൾ ഇടിവെട്ടേറ്റ അവസ്ഥയിൽ ചരിച്ച് നിൽക്കുക. കേട്ടത് പോലും വിശ്വസിക്കാനാവാതെ. ഇത്ര സമയം ഭയങ്കര സന്തോഷമായിരുന്നു നന്ദുവിനിട്ട് പണി കിട്ടിയില്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേങ്കിൽ ഇപ്പം നല്ല പണി കിട്ടുന്ന ജലജയ്ക്കിട്ടാണ്. ജലജയാണെങ്കിൽ ഒരിക്കലും മനസ്സിൽ പോലും കരുതാത്ത കാര്യമാണ് ദേവേനെ വിളിച്ചു പറഞ്ഞിട്ട് പോയത്. അത് വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി ജലജയ്ക്ക്. സത്യമാണോ? അങ്ങനെ എന്തേലും ആണോ? തൻ്റെ മോൻ്റെ കുഞ്ഞാണോ ചന്തു? ദൈവമേ, അങ്ങനെയാണ് എന്തു ചെയ്യുന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.